എടോ ഒന്ന് ക്ഷമിച്ച് വിട് ചങ്ങാതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെന്നാണ് വേണമെങ്കിലും പറഞ്ഞോളൂ. അത് എന്നെ ബാധിക്കാത്തിടത്തോളം എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ ഡ്രൈവറോ മുതലാളിയോ ട്രാവൽസ് നടത്തുന്ന ആളോ ഇനി ഏതെങ്കിലും വലിയൊരു കാർ കമ്പനിയുടെ MD തന്നെ ആയാലും എനിക്കൊന്നുമില്ല. അല്ല ഇപ്പൊ കണ്ടില്ലേ, ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ടിപ്പോ എന്ത് മന്ത്രി ചീത്ത വിളിക്കുന്ന? അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾ മാത്രം എങ്ങനെ ഈ വീട്ടിലെ മറ്റു 3 പേരും ഇത്ര നല്ല ആളുകളാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു പേരുന്നോടനായി പോയത്? അത് അന്ന് ഞാൻ ഇയാളെ കാണുമ്പോ എനിക്ക് മനസ്സിലായി. അന്ന് എന്നെ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന അറിയായിരുന്നില്ല. പിന്നീട് ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരാളോട് എന്തിനു വെറുതെ സത്യം പറയണം? അതല്ലേ ലോജിക്? അതെ, ഞാൻ ആ ലോജിക്കിലേക്ക് വരാം. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ അറിയാത്ത ആളൊന്നും അല്ലല്ലോ താൻ. എന്നിട്ടും അതേ നോടാ എന്നോട് തുടർച്ചയായിട്ട് പറഞ്ഞോണ്ടിരുന്ന എന്തിനാ? ഈ അടുത്ത് ഞാൻ കോളേജിലേക്ക് ബസ്സിൽ പോകുന്ന നിന്നപ്പോ നമ്മുടെ കാറ് വരുത്താൻ ജാട കാട്ടിയില്ലേ? അപ്പോഴും അതേ നോടെ നിങ്ങൾ ആവർത്തിക്കായിരുന്നില്ലേ? അതെന്തിനായിരുന്നു? അത് ഞങ്ങള് ഡ്രൈവേഴ്സ് എപ്പോഴേ ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞ് ശീലായി പോയി. ജോലിയോട് അത്രമേല് സിൻസിയർ ആയതുകൊണ്ട്. ഓ മതി, ആലോചിക്കുന്നോണ്ട് തലപ്പെരുക്കോ. ഞാനൊരു പൊട്ടി. നിങ്ങളുടെ ട്രാവൽസിലെ പകൽ സമയത്ത് ജോലിക്ക് വന്നിരിക്കാന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ? അപ്പോഴെങ്കിലും അങ്ങനെ ഒരു ട്രാവൽസ് എനിക്ക് ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞോ? നിങ്ങളെ പറ്റി ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ദേ, ഇനി എന്നോട് സംസാരിക്കാൻ വരരുത്. ഈ നിധി അങ്ങനൊന്നും പറയില്ല നിധി. നിനക്കിണങ്ങാതെ പോടാ. കാണുമ്പോ നാണം കൊണ്ട് തൊലിയിരിക്കുക. ദേ, ഞാൻ പറഞ്ഞതാ. ഇനി മുതൽ ഈ വീട്ടിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കില്ല. നിങ്ങളോട് ഒരു അടുപ്പ് വഴിക്കുണ്ടാവില്ല. ഇങ്ങനെ ഒരു പെരുന്നുണനെ നേരെ കാണുന്നതാണ് എനിക്ക് കളിയാ. ആയിക്കോട്ടെ, പക്ഷെ ഏത് കൊലപാതകയ്ക്കും അയാളുടെ ഭാഗം പറയാനുള്ള ഒരു അവസരം ഇല്ല നിധി. ഇയാള് പറഞ്ഞതുപോലെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയണമായിരുന്നു. ശരിയാണ്, ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ ഒന്നുണ്ട്, അത് തുറന്നു പറയാനുള്ള ഒരു സന്ദർഭം നമുക്കിടയിൽ ഉണ്ടായോ? ഇല്ല, ശരിയല്ലേ? ഓ, അതാണ് കാരണം. 24 മണിക്കൂറും ഞാൻ ബിസി ആയതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ഇതുവരെ സന്ദർഭം കിട്ടിയില്ല. അതുകൊണ്ട് ഗതികേടുകൊണ്ട് സത്യം പറയാൻ കഴിയാതെ പോയ മഹാനാണല്ലോ താങ്കൾ. എത്ര തവണ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങൾക്ക് പറയാൻ സമയവും സന്ദർഭവും കിട്ടിയില്ലല്ലേ? അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്ത്? ഞാനിങ്ങനെ ഒരു ട്രാവൽസ് നടത്താണെന്ന് നുണ പറഞ്ഞായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. അതാ കാരണം. പിന്നെ അതിനുള്ളൊരു സ്പേസ് നിധി എനിക്ക് തന്നിട്ടില്ലല്ലോ. അതൊന്നും ഓർക്കണം. എപ്പോഴെങ്കിലും സംസാരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇയാള് വീട് വിട്ടു പോവാണ്, ഹോസ്റ്റലിൽ നോക്കി പോവാണ്, ഈ തനിയെ താമസിക്കാൻ പോവാണ്, ഡിവോഴ്സ് വാങ്ങാൻ പോകണമെന്നല്ലാതെ നമുക്കിടയിൽ വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എടോ, ഞാൻ ശരിക്കും ഇയാളുടെ മുമ്പിൽ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. സുഭാഷ് ചേട്ടൻ ഇയാൾക്ക് ചേട്ടനാ, നികേഷ് സ്വന്തം അനിയനാ. ഹരീഷും അങ്ങനെ തന്നെ. എന്തിന്? നാട് മുഴുവൻ ചാരായക്കുഴി എന്ന് വിളിപ്പേരുള്ള എന്റെ അച്ഛനോട് പോലും ഇയാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. എന്നാ ഞാനെന്നൊരു മനുഷ്യൻ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് പോലും നിധി കരുതിയിട്ടില്ല. ഒരു ഫ്രണ്ടായിട്ട് പോലും നിധി എന്നെ കരുതിയിട്ടില്ല. ഇതിന്റെ ഇടയിൽ ഞാൻ എപ്പോ ഏത് സന്ദർഭത്തിൽ സത്യം പറയാനാ? താൻ പറയ. എല്ലാത്തിനും ഒരു ന്യായം ഉണ്ടല്ലോ അല്ലെ? നിങ്ങൾ സമയത്ത് പറയാൻ പറ്റുന്നു. എല്ലാ പോസിബിലിറ്റീസും ആലോചിച്ച് മുമ്പ് പഠിച്ചു വെച്ചിരിക്കുന്നതാണോ? അതോ അതാത് സമയത്ത് തനി ഒഴുകി വരുന്നതാണോ? പേരുന്നുണയമാർക്ക് അങ്ങനെ ഒരു കഴിവ് കാണുമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണാത്ത ഒരാളോട് ഞാൻ സത്യം പറഞ്ഞോ ഇല്ല എന്നുള്ളത് വിഷയമാണോ? ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ആലോചിച്ചെന്ന് എനിക്ക് മനസ്സിലാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞ? അയ്യോ വേണ്ട. ഒരാടിനെ തന്നിട്ട് 10 മിനിറ്റ് സമയം തന്നാ നിങ്ങൾ അതിന് 5 മിനിറ്റ് കൊണ്ട് പട്ടിയാക്കും. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള സംസാരേ ഇനി വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. സംസാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, അതിനി വേണ്ട. അല്ല നിധി, നിധി ഈ തുണി വിരിച്ചിട്ടില്ല. മാറിപ്പോയല്ലോ ഈശ്വര. നിധി സുധീഷിനെ ഇനി ഉറപ്പായിട്ടും വിശ്വസിക്കില്ല. സംശയം എന്താ? ഒരു കാലത്തും ഇനി ഒന്നും പറഞ്ഞാലും വിശ്വസിക്കില്ല. അല്ല, ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചത് നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവൻ നുണയ്ക്ക് മീതെ ഇങ്ങനെ നുണ പറഞ്ഞങ്ങ് പോയേനെ. പിന്നെ നമ്മളത് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാതെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും. ഒരർത്ഥത്തില് അവന്റെ നുണയ്ക്ക് കൂട്ട് നിൽക്കുന്ന പോലെ അല്ലേ അത്? ഇനിയിപ്പോ ആ പ്രശ്നമില്ല. സുധീഷ് ഏട്ടൻ നുണ ഒരു സ്വഭാവമാണ്, അത് മാറാനും പോണില്ല. ഇപ്പൊ ഏട്ടത്തിയോട് എന്നെ എത്ര നുണയെ പറഞ്ഞിരിക്കണേ. ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ ആരെങ്കിലും വിശ്വസിക്കൂ? താൽക്കാല നേട്ടങ്ങൾക്കാണെങ്കിലും സ്വന്തം ഇഷ്ടങ്ങൾക്കാണെങ്കിലും സുധീഷ് ഏട്ടൻ ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കും. കുറെ കഴിയുമ്പോ നമുക്ക് ശീലായ പോലെ ഏട്ടത്തിക്കും ശീലായിക്കോളും. അല്ലാതെ ആ കാരണം കൊണ്ട് നിധി വിട്ടുപോകാനുള്ള തീരുമാനമൊന്നും എടുക്കില്ലല്ലോ അല്ലേ? ഏട്ടത്തി ആ വീട്ടിൽ എന്നും ഉണ്ടാവണമെന്ന് നമ്മുടെ സ്വാർത്ഥത അല്ലേ സുഭാഷ് ഏട്ടാ? അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സമയമാകുമ്പോ അവര് വിട്ടുപോകണതല്ലേ നല്ലത്? അങ്ങനെയൊന്നും വിചാരിക്കില്ലടാ. ചിലപ്പോ സുധീഷിന്റെ സ്വഭാവം മാറുകയും അവളും അവനും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമായിരിക്കും. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അനിയനോടുള്ള ഇഷ്ടം കൊണ്ട് സുഭാഷ് ഏട്ടൻ ഏടത്തിയുടെ ജീവിതം മോശമാവാൻ ആഗ്രഹിക്കരുത്. ഒരിക്കലും ഇല്ല. നീ എന്താ അങ്ങനെ പറയുന്നത്? നിധിക്ക് ഒരു ജോലി നേടണമെന്നും വലിയ നിലയിൽ എത്തണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് സുധീഷിന്റെ ഇഷ്ടം. അങ്ങനെയുള്ളപ്പോ അതൊക്കെ സംഭവിച്ചിട്ട് തന്നെ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ലാതെ എല്ലാ കാലത്തും നമ്മുടെ വീട്ടിൽ അടച്ചിട്ടതുപോലെ ഇത് ജീവിക്കണമെന്നല്ല. ഹലോ, ഇവിടെ ധനസേനൻ എന്ന് പറയുന്ന ഒരാളുടെ വീടിനെ പറ്റി അറിയാമോ? ഗൾഫിൽ ജോലിയുള്ള ഈയിടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇല്ല. അറിയാം. എന്താ കാര്യം? ഒരു മിനിറ്റ്. അതെ, അയാളുടെ മകളെയാ എന്റെ കുടുംബത്തിലെ ഒരു പയ്യന് വേണ്ടി ആലോചിക്കുന്നത്. പയ്യൻ ആ കുട്ടിയുടെ അച്ഛന്റെ കൂടെ തന്നെയാ ജോലി ചെയ്യുന്നത്. പെണ്ണ് കാണലും ജാതക കൈമാറലും ഒക്കെ കഴിഞ്ഞതാ. എന്നാലും നിശ്ചയം നടക്കും മുമ്പ് ഒന്നുകൂടി അന്വേഷിക്കാമെന്ന് കരുതിയായിരുന്നു. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. നിങ്ങളുടെ വീട്ടിലെ പയ്യനാണല്ലേ? അതെ, കുട്ടിയെ ഇഷ്ടമായി. എന്നാലും ഈ കാലമല്ലേ, ഒന്നുകൂടെ അന്വേഷിക്കാന്ന് കരുതി. നിശ്ചയം വരെ തീരുമാനിച്ചല്ലേ, പിന്നെന്തിനാ അന്വേഷിക്കണേ? നിശ്ചയത്തിന്റെ തീയതി കുറിച്ചെന്നല്ലേ ഉള്ളൂ, നടന്നിട്ടൊന്നുമില്ലല്ലോ. ആ കുട്ടി അറിയോ? അത് വളരെ നല്ല കുട്ടിയാ. ആ കുടുംബവും വളരെ നല്ല കുടുംബം തന്നെ. അവരുടെ വീടിനടുത്താ ഞങ്ങൾ. ആ കുട്ടിയെ ചെറുപ്പം മുതലേ അറിയാം. വളരെ നല്ല കുട്ടി, നല്ല സ്വഭാവം, നന്നായി പഠിക്കും, മിടിക്കുക. അതെയോ, സന്തോഷം. ആ കുട്ടിയെ ധൈര്യമായിട്ട് വേഗം കഴിച്ചോളൂ. നിങ്ങളുടെ പയ്യന് അവിടെ ഒരു നല്ല കൂട്ടായിരിക്കും. ശരിയാ, കാണാം. ചേട്ടൻ എന്താ വട്ടുണ്ടോ?
അവരെ പറ്റിയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത്? എടാ, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നമ്മൾ പക പോക്കാൻ പാടില്ല ഹരീഷ്. ഇതൊരു തമിഴ് പാട്ടല്ലേ? ആ. നിങ്ങൾ എന്തിനാ അതിനെ മലയാളത്തിലാക്കി പാടുന്നത്? അതൊരു മനസ്സുഖം രാജ. ഒരു ചായ. ഒരു ചായ ഒഴിച്ചേ. എന്നെ അറിയോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ചിരിച്ചേ? വെറുതെ. മലയാളികൾ അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെ നോക്കി വെറുതെ ചിരിക്കാറൊന്നുമില്ല. അതൊക്കെ സായിപ്പന്മാരുടെ ശീലമാ. ദാ ചായ. ഞാൻ കുറെ കാലം UK-യിലായിരുന്നു. അതായിരിക്കും. ഓ, ഇപ്പൊ പ്ലെയിൻ ഇറങ്ങി വരുന്ന വഴിയായിരിക്കും അല്ലേ? അല്ല, ഈ നാട്ടിൽ കണ്ട് പരിചയമില്ലല്ലോ. ഇല്ല, ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ. ആഹാ, ആണിനോ പെണ്ണിനോ? ആണിന്. ആ, അതെ. എന്നിട്ട് ശരിയാ. ആ, നിശ്ചയത്തിന്റെ തീയതിയൊക്കെ ഉറപ്പിച്ചു. എന്നാലും നാട്ടിലൊന്ന് അന്വേഷിക്കാന്ന് കരുതി വന്നതാ. എന്നാ പിന്നെ ഞങ്ങളല്ലേ നാട്ടുകാർ അല്ലേ രാജ? ഞങ്ങളോട് ചോദിക്കുന്നല്ലേ നല്ലത്. 1-2 പേരോട് ചോദിച്ചു. നല്ല കുടുംബം എന്നാ പറഞ്ഞേ. ആ, കുട്ടി എവിടെയാ? കുട്ടിയുടെ അച്ഛന്റെ പേര് ധനശേഖരൻ എന്നാ. ഗൾഫിലാ ജോലി. ആര്? ധനശേഖരന്റെ മോളോ? കുട്ടിയുടെ അമ്മയുടെ പേര് ലളിതാന്നും അമ്മാവന്റെ പേര് ഗംഗാധരനും ആയിരിക്കും അല്ലേ? അതെ. ആ, ഇതാണ് നിമിത്തം എന്ന് പറയുന്നത്. ഇരി, ഇരി, വാ, ഇരി. ഞാൻ നിങ്ങളെ കാണാനും നിങ്ങൾ എന്നെ നോക്കി ചിരിക്കാനും നമ്മൾ തമ്മിൽ പരിചയപ്പെടാനും ഇടയാതെ നിങ്ങളുടെ ചെറുക്കന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ആ വീട്ടിൽ ചെന്ന് തല വെച്ചാൽ നിങ്ങൾ എന്തോ ഇയാളെ പേര്? വിനയൻ. ആ, എടോ വിനയ വിളിക്കുന്നോ? വേണ്ട. ആ, ഈ നാട്ടിലെ ഏറ്റവും തല്ലിപ്പൊളി കുടുംബം അത്. ആ പെണ്ണിന്റെ അച്ഛൻ ഗൾഫിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ കള്ളത്തരം ചെയ്തിട്ട് നാട്ടിൽ നിന്ന് മുങ്ങിയതാ. അവിടെയും പോയി ജയിലൊക്കെ കിടന്നൊക്കെ കേൾക്കുന്നുണ്ട്. ധനശേഖരനോ? നിങ്ങൾക്ക് ആള് മാറിയതാ. അയാൾക്ക് ചെറുക്കന്റെ അതേ കമ്പനി തന്നെയാ ജോലി. ഇപ്പൊ ജോലി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പണ്ട് മഹാതരിയുടെ ആയിരുന്നു ഈ ധനശേഖരന്റെ ഭാര്യയില്ലേ ലളിത. ആ. ഓ, പകൽ എന്റെ ഒരു അകത്ത ബന്ധുവാ. കഴുത്തിന് ചുറ്റും നാക്കുള്ള സ്ത്രീയാ. മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടുതൽ അവളെ ചേട്ടൻ്റെ ആളുണ്ട്. നിങ്ങളെ ചെറുക്കൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അമ്മാവൻ ഗംഗാധരൻ. ഓ, അവൻ അതിനും വലിയ തെണ്ടിയാ. കാര്യം ആ പെൺകുട്ടിയെ പറ്റി അത്ര മോശമൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അന്റിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങനെ പുള്ളി അറിയും അല്ലെ? പക്ഷെ കുടുംബത്തിൽ പറഞ്ഞ ആർക്കും ആ വീട്ടുകാരോട് അടുക്കാനേ കൊള്ളില്ല. നിങ്ങളെ കണ്ടപ്പോ ഒരു നല്ല കുടുംബത്തിലുള്ള ആളാണെന്ന് തോന്നി. UK-യിലൊക്കെ പോയിട്ടുള്ള ആളല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഞാൻ സംസാരിച്ചവർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞാനല്ലേ പറഞ്ഞു. ആ പറഞ്ഞവനെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാ. ഞാൻ ചോദിക്കാം. രാജാ രാജാ ഒന്ന് പറഞ്ഞോടാ. എന്താ അച്ഛൻ? ഇയാൾ തന്നെയാ. അയാളോടാ ചോദിച്ചേ. ഇവനോ? ഇവനാണോ നിങ്ങളോട് നല്ലത് പറഞ്ഞേ? എന്താ ആ കുടുംബത്തെ പറ്റി നിനക്കറിയത്തില്ലേ? ആ ലളിതയുടെ സ്വഭാവം നിനക്കറിയത്തില്ല. അച്ഛൻ ഉണ്ടായിരുന്നുണ്ടോ? പറഞ്ഞോടാ. ചേട്ടാ, ഇതെന്റെ അച്ഛനാ. അതെ, അച്ഛൻ പറയുന്നൊന്നും കാര്യക്കണ്ട. ആള് കള്ളും കുടിച്ചിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. അതേടാ, ഞാൻ കള്ളുകൂടിയാ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ബോധം പോയിട്ടൊന്നുമില്ല. പറയുന്നതിന് വെളിവുണ്ട്. എടാ രാജാ, നീ പറഞ്ഞോടാ. അതെ, അത് പിന്നെ നിങ്ങളോട് പണി നോക്കി. ചേട്ടൻ വന്നേ. നീ എന്തിനാ കളിക്കുന്നെ? ചേട്ടാ വാ. ഇവനെന്താ പറഞ്ഞ മനസ്സിലാവത്തില്ല. രാജാ, എന്നെ പൊന്നു ചേട്ടാ, ദേ അച്ഛൻ പറയുന്ന കാര്യമായിട്ട് എടുക്കാൻ നിൽക്കണ്ട. ആ കുടുംബമായിട്ട് അങ്ങനെ വഴക്കില്ല. അതുകൊണ്ടുള്ള കരുവ. കുട്ടിയുടെ അച്ഛൻ ഈ ചെറുക്കന്റെ കൂടെ ഗൾഫിലല്ലേ ജോലി ചെയ്യുന്നത്. അപ്പൊ കാര്യങ്ങൾ അറിയില്ലേ? ഇവനെന്തി നല്ല ഫാമിലി ആയിട്ടാ. പിന്നെ ദേ കുട്ടിയുടേത് നല്ല തങ്കപ്പെട്ട സ്വഭാവം. ദേ എല്ലാ നാട്ടിലും എന്റെ അച്ഛനെ പോലെയുള്ള ആളുകളുണ്ടാവും. അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കി കളയാൻ നിൽക്കരുത് ചേട്ടാ. ദേ കല്യാണം മുടക്കാൻ എളുപ്പ, പക്ഷെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാ. നോക്ക് ചേട്ടൻ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തു. എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിയാം. ആ വാക്കായിട്ട് നിങ്ങൾ പിന്മാറരുത്. ഓക്കെ എന്നാ ശരി. വിനയ, അല്ല വിനയ, ഞാൻ പറയട്ടെ. നിനക്ക് എന്തിനു കുഴപ്പമാണ്? എടാ, അവനവന്റെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കാര്യം അന്വേഷിച്ച് വന്ന എന്റെ അടുത്താ. അപ്പൊ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണ്ടേ? നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാച്ച? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്. നീ ആരടാ? ഒരു വലിയ ത്യാഗി വന്നിരിക്കുന്നു. ആ കുടുംബം എന്തെല്ലാം നമ്മളോട് ചെയ്തെന്ന് നീ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഭാസ്കരൻ പറയൂല. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പെരുമാറേണ്ട കാര്യമാണത്. അല്ല പിന്നെ നിനക്ക് ദാണോട്ടോടാ. പോലീസ് സ്റ്റേഷൻ വരെ നിന്നെ കയറ്റിയതല്ലേ അയാള്? എന്തോ ആയിക്കോട്ടെ, അതിന് ഇങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്. അച്ഛൻ ഒരു പെൺകുട്ടിയുടെ ഭാവിയാണെങ്കിൽ ഓർക്കാൻ നിൽക്കണ്ടേ? അവരുടെ കുട്ടിക്ക് മാത്രമേ ഭാവിയുള്ളോ? നിനക്കില്ലേ? നിനക്കില്ലേന്ന്. അച്ഛൻ വീട്ടിൽ പോകാൻ നോക്ക്. വീട്ടിൽ പോകാനാ പറഞ്ഞേ. സുഭാഷ്, ഒന്ന് വീട്ടിൽ പോകാ. ആ ചായയുടെ കടയിലും കാശ് കൊടുത്തേക്ക്. എത്രയാടാ? ഒരു ചായ ഒരു കടി 20 രൂപ. ഇവര് ആരാണെന്ന് വിചാരം? യേശു ക്രിസ്തു. ഒരു ചെകിട്ട് തടിക്കുമ്പോ മറു ചെകിട്ട് കാണിച്ചു കൊടുക്കുന്ന മഹാ. ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ എല്ലാരും നല്ല അസല് പണി വെച്ച് കൊടുക്കുന്നേ. അനുഭവിക്കട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്പമെങ്കിലും വിവരമുണ്ട് ഇവന്. ഏത് കുടുംബത്തെ പറ്റിയാ നല്ലത് പറയുന്നെങ്കിലും വിചാരിച്ചൂടെ? നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ആ കുടുംബം നശിച്ചു കാണേന്ന് പ്രാർത്ഥിക്കുമ്പോ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. എന്താ ചേച്ചി ആരെങ്കിലും ചീത്ത വിളിക്കുന്നത്? അങ്ങേർക്ക് ഇടകിയിട്ടുണ്ട്. ആരന്വേഷിക്കുന്നത്? ത്യാഗം ചെയ്യാൻ നടക്കുന്ന വിധി ഇങ്ങോട്ട് കിട്ടിയാൽ അതേ നാളേക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു പരം. ആരെക്കുറിച്ചാ പറയുന്നത്? ഓ, വേറെ ആരെയാ? ഈ വീട്ടിലെ കടിഞ്ഞൂൽ പൊട്ടനല്ലേ സുഭാഷ്, പാചകവല്ലഭനായ നളൻ. അവനെ തന്നെ. ആ സുരന്ന പെണ്ണിന് കല്യാണം ആലോചിച്ച് വീട്ടിലെ ആ വീട്ടിൽ നിന്ന് ഒരാള് പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ജംഗ്ഷനിൽ വന്നിരുന്നു. നിശ്ചയത്തിന്റെ തീയതി കുറിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു അന്വേഷണം ഉണ്ടല്ലോ, വന്നു പെട്ടതോ എന്റെ മുമ്പിൽ. ഞാൻ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. അവളുടെ അമ്മയുടെ നാക്ക് മേടിച്ച് ഈ നാട്ടുകാർ പുറത്തിറങ്ങാറില്ല. അവളുടെ അച്ഛന് ദുബായില് ഒട്ടകത്തെ നോക്കലായിരുന്നു പണി. ഇത്രയും നാള് ജയിലിലായിരുന്നോ അതോ ജോലിയിലായിരുന്നോ എന്നൊന്നും ഒരു നിശ്ചയമില്ല. അവള് മൂത്ത ചേട്ടനാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേ ദേ കയറി വരിക ഈ വീട്ടിലെ മൂത്ത സത്പുത്രൻ സുഭാഷ് ചന്ദ്ര ബോസ്. അവിടെ കേട്ടപ്പോ സഹിക്കുന്നില്ല. എന്നെ കിട്ടി തരാം. എന്നെ 4 ചീത്തയും വിളിച്ച് അയാളെ മാറ്റിക്കൊണ്ടുപോയി സകല നല്ലത് പറഞ്ഞു കൊടുത്തിരിക്കുക. അവരുടെ ചെക്കൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി തങ്കം, അവളുടെ അമ്മ വൈര്യം, അച്ഛൻ രത്നം, അമ്മാവനാണെങ്കിലോ അതിലും വലിയ വൈഡൂര്യം. വൈഡൂര്യം വൈഡൂര്യം. ഇതുവരെ ആ വീട്ടിലെ ഒരാളെങ്കിലും ഈ വീടിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അവരെ പറ്റി നല്ലത് പറയാൻ ഇവരെന്താ വട്ടാണോ? ആ പെണ്ണ് പിന്നാലിലൂടെ പൂച്ച പോലെ കയറി വന്നിട്ട് സുബേഷ് ചേട്ടാ സുബേഷ് ചേട്ടാ എന്ന് വിളിച്ച് അവരെ മയക്കെടുത്തിട്ട് കെട്ടാൻ റെഡിയാണെന്ന് പറഞ്ഞ് വാക്കും കൊടുത്തിട്ട് അവസാനം
ഒരു പേർഷ്യക്കാരനെ കിടപ്പ് തേച്ചിട്ട് പോയില്ല അവള്. അങ്ങനെയുള്ള ആ കുടുംബത്തെ പറ്റി ഞാൻ 4 ദുഷിപ്പ് വെച്ചു കൊടുക്കുമ്പോ ഇവൻ എന്തിനാ പൊള്ളുന്നേ? മരക്കഴുത അന്വേഷിക്കാൻ വന്നവനോട് ആ കുടുംബത്തിന്റെ മാപ്യം ഓതി കൊടുത്തിട്ട് എന്റെ അടുത്ത് വെക്കട്ട് കയറാൻ വരുന്നു. ഇങ്ങനൊരു ആണും പെണ്ണും കേട്ടോ മൊണ്ണ എനിക്ക് ഉണ്ടായിപ്പോയല്ലോ. പറഞ്ഞിട്ടുന്ന കാര്യം അല്ല, കൊലപാതകയോ ഗുണ്ടയാണോ മൂത്ത മോണെന്ന് വെച്ചാലും എനിക്ക് ഇത്രയും നാളൊക്കെ ഉണ്ടാവില്ലായിരുന്നു. തലയെടുത്ത് ഇനി ഇതിന്റെ ബാക്കി രാത്രി നടക്കാൻ കഴിക്കുമ്പോഴായിരിക്കും. എന്നാലും നിന്റെ സുഭാഷ് ചേട്ടന് ഇത്രയും പാവാവാൻ എങ്ങനെ പറ്റുന്നടാ? ഇങ്ങോട്ട് ചതിച്ചവരോടും തെറ്റ് തിരിച്ചൊന്നും ചെയ്യാതിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇത് നല്ലത് പറഞ്ഞ് തിരിച്ചയക്കാന്ന് വെച്ചാല് സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. എന്തായാലും ചെറുക്കന്റെ വീട്ടിൽ നിന്ന് അന്വേഷിക്കാൻ വന്നിരിക്കാം. നല്ലത് നാളെ പറഞ്ഞു കൊടുക്കാന്നല്ല പലരും വിചാരിക്കൂ. അതെ, പക്ഷേ ഇവൻ സാധാരണക്കാരനല്ലോ, ദിവ്യനല്ലേ, സുഭാഷാനന്ദ പരമഹംസ യോഗി. ഓ, ഇങ്ങനെ ഒരുത്തനായതുകൊണ്ടാ ഇവന് നല്ല ബന്ധമൊന്നും കിട്ടാതെ പോകുന്നത്. മയിൽക്കുറ്റി കുഴിച്ചിട്ടതുപോലെ മൂക്കിൽ പല്ല് വരുന്നവരെ ഇരിക്കും. സുഭാഷ് ചേട്ടൻ നടക്കണതെല്ലാം നടക്കുന്ന സമയത്ത് നടന്നോ. നിങ്ങൾ വിഷമിക്കണ്ട, നടത്താനും വരണ്ട. ഇല്ലടാ, അല്ലെങ്കിൽ തന്നെ എന്റെ പട്ടി വരും. നിന്റെ സുഭാഷ് ചേട്ടൻ ഇത്രയ്ക്ക് പാവാണ്. സുഭാഷ് ചേട്ടൻ അങ്ങനെ ഇടത്തി ആ കല്യാണം നടക്കത്തിൽ സുഭാഷ് ചേട്ടൻ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ പുറത്ത് കാണിക്കില്ല. അതിന്റെ പേരിൽ ആ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടോ ആഗ്രഹിക്കില്ല. റിയലി ഗ്രേറ്റ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് സുഭാഷ് ചേട്ടന്റെ കല്യാണം മാത്രം നടക്കുന്നില്ല. എത്ര സത്യം ആലോചന വന്നു, പക്ഷെ ഒന്നും ശരിയായില്ല. അവസാനം ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞ നാള് പോലും നോക്കിക്കോ, അവസാനം ഒരു നല്ല വീട്ടിൽ നിന്ന് സുഭാഷ് ചേട്ടനെ പോലെ തന്നെ ഒരു നല്ല കുട്ടി വരും. ഉറപ്പ്, നീ വാ. സുഭാഷേട്ടാ, ഈ മൊബൈൽ വിപ്ലവം വന്നേ ഡാറ്റയൊക്കെ അങ്ങ് ചീപ്പായില്ലേ? കോൾസും SMS ഒക്കെ ഫ്രീ ആയപ്പോ വിളിക്കാൻ ആളില്ലാണ്ടായി പോയില്ലേ? ഏയ് ഞാൻ പണ്ടും അങ്ങനെ ആരും വിളിക്കാറില്ലല്ലോ. അത് നിങ്ങളുടെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. മുമ്പൊക്കെ 100 SMS മാത്രമേ അയക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അത് തന്നെ ദയവായിരുന്നില്ല. ഇപ്പൊ ഫ്രീ ആയപ്പോ ആരെയും കിട്ടാനും ഇല്ല. അല്ല, നീ എന്തിനാ SMS-ലൂടെയും ഫോണിലൂടെയും മാത്രം സംസാരിക്കുന്നത്? അല്ലാതെ സംസാരിച്ചൂടെ? അതെങ്ങനെ? ഞാൻ കൂടെ നടക്കുമല്ലേ, എന്നോട് സംസാരിച്ചൂടെ? അതൊന്നും അല്ല, സുഭാഷിനോട് ഞാൻ എന്നും സംസാരിക്കുന്നതല്ലേ. ഇത് അതല്ല, ഇത് പുതിയ വല്ല ആൾക്കാരോട് സംസാരിക്കുന്നതാ. എങ്ങനെ? ഐ മീൻ ഓൺലൈൻ ഫ്രണ്ട്സ്. നീ നേരെയാൻ പോകുന്നില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തെറ്റിദ്ധരിക്കില്ല സുഭാഷ് ചേട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. അതെ, എനിക്ക് നിന്നെ കുറിച്ച് ശരിയായ ധാരണയുണ്ട്. സുഭാഷ് ചേട്ടാ, നാളത്തെ ഫംഗ്ഷന്റെ തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നത്. സുഭാഷ് ചേട്ടാ, ചേട്ടന് വിഷമം തോന്നുന്നുണ്ടല്ലേ? എന്തിന്? നീ വാ. ഇവര് വിളിച്ച ബന്ധുക്കളൊക്കെ പാഞ്ഞു വരും, നമ്മൾ വിളിച്ച ആരും വരില്ല. അതെ, ഒരു കല്ലെടുത്ത് നിറഞ്ഞാലോ? നീ അങ്ങോട്ട് നോക്കാതെ വന്നേ. വേണ്ടേ? എന്താ ഭാസ്കരൻ മാമന്റെ പിള്ളേരല്ലേ ഇത്? ഓ ആനവരാദികൾ തന്നെ. സുഭാഷ് ചേട്ടാ, നോക്കി ജനലിനോട് നോക്ക്. ഓരോ തവണയും ബന്ധം ഉറച്ചില്ല എന്നറിയുമ്പോ അവളുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന തിളക്കം ഞാൻ കണ്ടത്. അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു, ഇവളാണ് ശരിക്കും നിന്റെ പെണ്ണെന്ന്. സുഭാഷ് ചേട്ടന്റെ മനസ്സാ ഫിറ്റായിരിക്കുന്നത്. കഴിച്ചത് മദ്യമാണെന്നുള്ള വിശ്വാസം.